ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു മാറ്റം ആഗ്രഹിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. രാജ്യത്ത് മാറ്റം വേണം, രാഷ്ട്രീയത്തിൽ മാറ്റം വേണം, കുടുംബത്തിൽ മാറ്റം വേണം, പുതിയ തലമുറ മാറണം, സമൂഹവും ചുറ്റുപാടുകളും മാറണം. അഴിമതി, ഹിംസ, അക്രമം തുടങ്ങി എല്ലാം മാറിയാൽ കൊള്ളാം. ആകമാനമുള്ള സിസ്റ്റത്തിന്റെ മാറ്റത്തിനു വേണ്ടി മുറവിളി കൂട്ടുമ്പോഴും ചുറ്റുപാടുമുള്ളവരെല്ലാം മാറണമെന്ന് ചിന്തിക്കുമ്പോഴും ഈ മാറ്റം എവിടെയാണ് തുടങ്ങേണ്ടതെന്ന് നാം എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? സമൂഹത്തെയും ചുറ്റുപാടുകളെയും കുറ്റപ്പെടുത്തുമ്പോൾ നാം മനഃപൂർവ്വം മറന്നു പോകുന്ന ഒന്നുണ്ട്. എന്നിലാണ് അഥവാ അവനവനിലാണ് ആ മാറ്റം ഉണ്ടാകേണ്ടത് എന്ന സത്യം. ഒരു വ്യക്തിയുടെ മാറ്റം കുടുംബത്തെയും സമൂഹത്തെയും രാജ്യത്തെയും ലോകത്തെ തന്നെയും പുതുക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കുവാൻ പര്യാപ്തമാകും. ഇന്നത്തെ ധ്യാന ഭാഗമായ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നതും ക്രിസ്തുവിൽ പുതു സൃഷ്ടി എന്നതാണ്. ക്രിസ്തു ശിഷ്യന്മാരെയും സഭയെയും നശിപ്പിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട പൗലോസ് എന്ന ശൗൽ യേശുവിനെ മനസ്സിലാക്കിയപ്പോൾ, രൂപാന്തരം പ്രാപിച്ചപ്പോൾ പറയുകയാണ്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന്. അവൻ ഒരു പുതിയ പ്രത്യാശയിൽ നിറയപ്പെടുന്ന അവസ്ഥ. സ്വന്തം ജീവിതത്തിൽ നിന്നുമുള്ള പൗലോസിന്റെ സാക്ഷ്യമാണത്. ദൈവം നമ്മെ ക്രിസ്തുവിലൂടെ തന്നോട് നിരപ്പിക്കുകയും ആ ഐക്യത്തിന്റെ ശുശ്രൂഷ ഭരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവെന്നും മാത്രമല്ല, ദൈവത്തിന്റെ സ്ഥാനാപതികളായി സന്ദേശവാഹകരായി ആ അനുരഞ്ജനത്തിന്റെ സന്ദേശം ലോകത്തോട് പങ്കുവയ്ക്കുവാനുള്ള ഉത്തരവാദിത്തം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്നും അപ്പോസ്തലൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ യഹൂദ പ്രമാണിയായ നിക്കോദെമോസിനോട് യേശു പറയുന്നത്, പുതുതായി ജനിച്ചിട്ടല്ലാതെ ആർക്കും ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്നാണ്. ശാരീരികമായ ജനനമല്ല, ആത്മീയമായ വീണ്ടും ജനനത്തെക്കുറിച്ചത്രേ കർത്താവ് വിവക്ഷിക്കുന്നത്. അതിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കിയതിനാലാവണം പിന്നീട് അദ്ദേഹം യേശുവിന് അനുകൂലമായി മതനേതാക്കന്മാരോട് വാദിക്കുന്നത് 7-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. മാത്രമല്ല, ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ ശരീരം കല്ലറയിൽ വെക്കുന്ന സമയം ഏകദേശം 100 റാത്തൽ സുഗന്ധവർഗവുമായി അരിമത്യക്കാരൻ യോസെഫിനോട് ചേർന്ന് നിന്ന നിക്കോദെമോസിനെയും യോഹന്നാൻ സാക്ഷിക്കുന്നുണ്ട്. ക്രിസ്തുവിലൂടെ പുതിയ ദർശനവും കാഴ്ചപ്പാടും ലഭ്യമായ പുതു സൃഷ്ടിയായ മനുഷ്യൻ, മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഒരുക്കുന്ന, കല്ലായുള്ള ഹൃദയം നീക്കി മാംസളമായ പുതിയ ഹൃദയം നൽകുന്ന, ഉണങ്ങിയ അസ്ഥികൾക്ക് പുതുജീവൻ പ്രദാനം ചെയ്യുന്ന, സർവവും പുതുതാക്കാൻ ശക്തനായ ദൈവത്തെ പഴയ നിയമ പ്രവാചകന്മാരും ഉയർത്തിക്കാട്ടുന്നുണ്ട്. എൻ്റെ ഈ ജീവിതം ഒന്ന് പുനരാരംഭിക്കുവാൻ കഴിഞ്ഞെങ്കിൽ എന്നാഗ്രഹിക്കാത്ത മനുഷ്യർ വിരളമായിരിക്കും. അതിന് ജീവിതത്തിലുണ്ടായ പരാജയമോ പാപബോധമോ പിഴവുകളോ അസംതൃപ്തിയോ ഒക്കെ കാരണമാകാം. ജഡസംബന്ധമായി പുനർജനിക്കുവാനല്ല, ക്രിസ്തുവിനോട് ചേർന്ന് പുതിയ സൃഷ്ടിയാകുവാനാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനാനുഭവങ്ങൾ മരുഭൂമി പോലെ വരേണ്ടതായിരിക്കാം. ആരാധനകൾ യാന്ത്രികമാകാം. ഹൃദയത്തിൽ ശൂന്യത അനുഭവപ്പെടാം. പ്രിയരെ, ഇതിനൊരു മാറ്റം വരുത്തുവാൻ ക്രിസ്തു സാന്നിധ്യം മതിയായതാണ്. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകുമ്പോൾ പഴയതെല്ലാം മനസ്സിൽ നിറച്ചു വെച്ച് പുറമെ മോടിയായി കാണപ്പെടുകയല്ല, മറിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകളും ജീവിതവുമൊക്കെ ആകമാനം മാറുകയാണ്. ഒരുപക്ഷെ മറ്റുള്ളവരെ നോക്കുമ്പോൾ അവരിലെ കുറവുകളെയും പിഴവുകളെയും ഒക്കെയാവാം നാം ആദ്യം കണ്ടിരുന്നത്. ജാതി, മതം, വർഗം, വർണ്ണം, സാമ്പത്തികം, പാരമ്പര്യം, കുടുംബമഹിമ, വിദ്യാഭ്യാസം തുടങ്ങിയവയൊക്കെ ആയിരുന്നിരിക്കാം മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മുടെ അളവുകോൽ. അതിനാലാവാം വിശപ്പ് മൂലം അരി മോഷ്ടിച്ചു എന്ന പേരിൽ മധു കൊല ചെയ്യപ്പെട്ടത്. ഭക്ഷ്യവസ്തുക്കളുടെയും വിശ്വാസത്തിന്റെയും പേരിലൊക്കെ ഇന്നും അനേകർ ചൂഷണം ചെയ്യപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്നാൽ പുതിയ സൃഷ്ടിയായി നാം മാറുമെങ്കിൽ അവരെന്നെ ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനായി കാണുവാനും ചേർത്ത് നിർത്തുവാനും ക്ഷമിക്കുവാനും ഒക്കെയുള്ള ഹൃദയവിശാലത നമ്മിൽ ഉളവാകുന്നു. പാപഭാരവും കുറ്റബോധവും എല്ലാം നീങ്ങിപ്പോകുന്നു. അറ്റുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നു. ഒരു പുതിയ ഹൃദയം, പുതിയ ലക്ഷ്യം, പുതിയ ദൗത്യം ഒക്കെ സംജാതമാകുന്നു. പ്രിയ സ്നേഹിതരെ, നോമ്പുകാലം ഉപവാസവും പശ്ചാത്താപവും ആത്മപരിശോധനയും ഒക്കെയുള്ള യാത്രയാണല്ലോ. ചില ഭക്ഷണങ്ങൾ, ചില ആസ്വാദനങ്ങൾ, ചില ശീലങ്ങൾ, ഇങ്ങനെ ചിലത് നാം വിട്ടുകളയാറുണ്ട്. ഇത് മാത്രം മതിയോ? നമ്മിലെ ആ പഴയ മനുഷ്യനെയും ഉപേക്ഷിക്കേണ്ടതല്ലേ? ഇപ്പോഴും ആ പഴയ കോപവും ദ്വേഷവും അഹങ്കാരവും ഒക്കെ ഉള്ളിലുണ്ടോ? ക്ഷമിക്കുവാനാകാത്ത ഹൃദയത്തോടെയാണോ ഞാനും നിങ്ങളും ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് നടന്നെടുക്കുന്നത്?
പുറം മോടിയിലാണോ നാം ഇപ്പോഴും ജീവിക്കുന്നത്? ലോകം മാറണമെന്ന് ശഠിക്കുന്നവരാണോ നാം? അതോ ക്രിസ്തുവിൽ സ്വയം മാറുവാൻ, പുതുക്കപ്പെടുവാൻ തയ്യാറാകുന്നവരോ? നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ദൈവം മുമ്പാകെ താഴ്മയോടെ കടന്നു വരാം. എന്നെ മുറ്റുമായി സമർപ്പിക്കുന്നു, ഉടച്ചു വാർത്ത് പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ആ സമർപ്പണത്തെ കർത്താവ് സ്വീകരിക്കും, പ്രാർത്ഥനകളെ കൈക്കൊള്ളും. ആ ക്രൂശിന്റെ ചുവട്ടിൽ തുറന്ന ഹൃദയത്തോടെ, സമസൃഷ്ടികളെ സ്നേഹിക്കുന്ന മനസ്സോടെ കടന്നു ചെല്ലാം. ഈ നോമ്പിന്റെ ദിനങ്ങൾ അതിനായി നമ്മെ ഒരുക്കുന്നതാകട്ടെ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞു, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പ്രാർത്ഥിക്കാം. സകലത്തെയും പുതുക്കുന്ന കർത്താവേ, നിന്നിൽ പുതിയ സൃഷ്ടികളായി നവദർശനത്തോടും കാഴ്ചപ്പാടോടും കൂടെ ജീവിപ്പാനും ലോകത്തിൽ നിന്റെ സാക്ഷികളായി ദൗത്യം പൂർത്തീകരിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.